ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ വെയിറ്റ് ഗെയിൻ ചെയ്തതിൽ നിന്നിട്ട് ഒരു 42 കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തത് 51 കിലോ ആക്കിയിട്ടായിരുന്നു. 41 51 കിലോ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ 42 കിലോ ആണ്. ഞാൻ തിരിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ അതിൻ്റേതായ കുറച്ച് നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. നല്ലതുണ്ടാകുന്ന സൈഡിൽ തന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തെന്നുള്ളത് പറയാം. ഫസ്റ്റ് ഉണ്ടായിരുന്ന നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുഡ് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. അതിൽ കൂടുതൽ ഫുഡ് കഴിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റൈസ് ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ കുറച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള കാര്യം, എനിക്കിപ്പോൾ എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ഉള്ള സമയത്ത് അത് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ പോലെ ഇരിക്കട്ടെ. എനിക്ക് വണ്ണുള്ള സമയത്ത് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ്, അതേപോലെ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഡ്രസ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, ക്രോപ്പ് ടോപ്പുകളിൽ തന്നെ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും എനിക്ക് ആ സമയത്ത് ഇടാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് എല്ലാ ഡ്രസ്സും ഒരേപോലെ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ഇടാറുണ്ട്, എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വെയിറ്റ് ലോസ് ആയിരുന്ന സമയത്ത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഉള്ള സമയത്ത് എനിക്കുണ്ടായ കുറച്ച് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കിതപ്പ് കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാവാറുണ്ടായിരുന്നു. നമുക്ക് സ്റ്റെപ്പൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഡാൻസും അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സ്റ്റെപ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പം എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കിതപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു വെയിറ്റുള്ള സമയത്ത്. അത് ഇപ്പോൾ വെയിറ്റ് ലോസ് ആയ സമയത്ത് അത്ര എനിക്ക് പ്രശ്നം വരുന്നില്ല. എനിക്കൊന്നും വെയിറ്റ് ഒന്ന് കുറഞ്ഞുകൊണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴുള്ള ശ്വാസം മുട്ടോ അതേപോലെ ഡാൻസ് കളിക്കുമ്പോഴുള്ളതൊന്നുമില്ല. അന്ന് സമയത്തൊക്കെ ഞാൻ ഡാൻസൊക്കെ കളിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പ് കളിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാതാവും. കിതപ്പ് വന്നിട്ട് പിന്നെ എന്നാൽ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇടക്കിട്ട് ഞാൻ അതൊക്കെ ചെയ്യാറുള്ളതാണ്. അതെനിക്ക് വലിയ പ്രശ്നം വരാറില്ല. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ആയിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആവശ്യത്തിന് മാത്രം കഴിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എല്ലാ ഫുഡിനോടും ഭയങ്കര ഇതില്ല. ഫുഡ് ഇത് കാണുമ്പോഴൊക്കെ കഴിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ഇല്ല. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഷുഗറിനോട് തന്നെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ചില സമയത്ത് തോന്നും, ഭയങ്കര ക്രേവിങ്സ് തോന്നും, അത് കഴിക്കണം. പക്ഷെ ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കണം എന്നുള്ള ഇഷ്ടം എനിക്കില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിച്ച് കഴിക്കാറില്ല. മറ്റേ ഈ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ എനിക്ക് ചെറുതായിട്ട് അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആദ്യം വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്ന സമയത്ത് മധുരമുള്ളത് മിഠായി ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ മധുരമുള്ളത് കഴിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടി ആവാം ഇപ്പം ഇങ്ങനെ വെയിറ്റ് ലോസ് ആയിരിക്കുന്നത്. ഇനി ഞാൻ വെയിറ്റ് ലോസ് ആയതിന് ശേഷമുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ കാര്യമാണ്, എൻ്റെ ബോഡിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ബോഡി വീക്കാവുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നും. പിന്നെ നമുക്ക് എല്ലാ ഡ്രസ്സ് ഇടാമെന്ന് പറയുന്ന പോലെ തന്നെ ചില ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭംഗി ഉണ്ടാവാറില്ല. വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഈ ഡ്രസ്സ് ഭംഗി ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ കൺട്രോൾ ഭയങ്കര കൂടി. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പില്ലാതെ ആയി. ഫുഡ് കഴിക്കുന്ന ഒരു ഇഷ്ടം പോയി. എപ്പോഴും ഫുഡ് ആദ്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്ത് ഫുഡിനോടുള്ള ഇഷ്ടം തന്നെ പോയി. അതൊരു വലിയ പ്രശ്നമാണ്. സോ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം നോക്കിയും കണ്ട് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് നല്ല കാര്യം. ഹെൽത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. നമുക്ക് എല്ലാം ഉണ്ടാവും, പക്ഷെ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ മെൻ്റലിയും നല്ലപോലെ ഓക്കെ ആയിരിക്കുക. എനിക്ക് എൻ്റേതായ നമുക്ക് നമ്മളേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും.
ആ പ്രശ്നങ്ങളും കൂടി വരുമ്പോഴും നമുക്ക് ഹെൽത്ത് ഓക്കെ ആവില്ല. ആ സമയത്തും നമ്മൾ വെയിറ്റ് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മെൻ്റലി ഓക്കെ അല്ലാത്ത സമയത്തും കൂടിയാണ് ഇപ്പോൾ എനിക്ക് വെയിറ്റ് കുറച്ചും കൂടി കുറഞ്ഞത്. ആ ഒരു ടെൻഷനും പ്രഷറും വിഷമങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാറില്ല. അതേപോലെ തന്നെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ആവാൻ കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി നോക്കുക, ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്ന ഞാൻ ഇങ്ങനെ ആയത്, ഇതിൽ ഞാൻ ഹാപ്പിയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇടയ്ക്കിട്ട് സങ്കടം വരും. എനിക്ക് കവിള് നല്ലപോലെ ഉണ്ടാവണത് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ഞാൻ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വണ്ണം വെക്കുന്നത് എൻ്റെ കവിളാണ്. സങ്കടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വയറ് ചാടാന്നുള്ളതാണ്. നമുക്ക് വയറ് ചാടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടെങ്കിലും ഭയങ്കര ബോറായിരിക്കില്ലേ. അത് രണ്ടാണ് എനിക്ക് ഫസ്റ്റ് വരാം. പിന്നെയാണ് എനിക്ക് മറ്റേ കൈയുടെ അവിടെ വണ്ണം വരാം. ഫസ്റ്റ് വരുന്ന കവിളും അതേപോലെ തന്നെ വയറാ. അതിൽ ഫസ്റ്റ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിളായിരിക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ വണ്ണം കുറയുമ്പോൾ കുറയാറ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നുന്നത് ഉള്ള കാര്യം വയറ് കുറഞ്ഞെന്നുള്ളതാണ്. വയറ് നല്ലപോലെ കുറഞ്ഞു. അതെനിക്ക് ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഉണ്ടായിട്ടുള്ളത്. ഫുഡ് മെയിൻലി കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വണ്ണം കുറഞ്ഞത് കേട്ടോ. ഇതല്ലാതെ വേറെ ഒന്നും അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് അത് കൂടാതെ വല്ല ഷേക്ക് അടിച്ചു കുടിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ടുള്ളൂ. ചോറ് ഐറ്റംസ് കുറച്ചു, അതേപോലെ ഫുഡ് കഴിക്കുന്നത് കുറച്ചു. എല്ലാ ഫുഡും വലിച്ചു വാരി കഴിക്കാതിരുന്നു. ആദ്യം ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുമായിരുന്നു, എന്ത് കിട്ടിയാലും കഴിക്കുമായിരുന്നു. അത് കൺട്രോൾ ചെയ്തപ്പോഴാണ് എനിക്ക് വെയിറ്റ് ലോസ് ആയത്. ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ബട്ട് അതേ സമയം തന്നെ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെയാണ്. എപ്പോഴും നമ്മൾ എങ്ങനെ ഇരിക്കുന്നതിൽ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിലൊന്നും ഒരു കാര്യമില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.